വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ അൺചേഞ്ചിങ് റിലേഷൻ അല്ലെങ്കിൽ മാറാത്ത ബന്ധങ്ങൾ. നമ്മൾ ആദ്യത്തെ 7 ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ കയറി കാണുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? കമൻറ്റ് പറയണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണം. ഏത് കണക്കാണോ മനസ്സിലാവാത്തത് അതും പറയണം കേട്ടോ. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്കറിയാൻ വയ്യാത്തതൊക്കെ ഞാൻ ഒന്നും കൂടി ഇടുന്നുണ്ട്. നിങ്ങളതൊക്കെ കാണുന്നുണ്ടായിരുന്നോ? കമൻറ്റും ഒക്കെ ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നുണ്ട് കുഞ്ഞുങ്ങളെ. ഏതാണോ മനസ്സിലാവാത്ത നമ്മുടെ മാത്സ് മാത്രമല്ല, സോഷ്യലിൻ്റെ നോട്ടുണ്ട്, സയൻസിൻ്റെ ഉണ്ട്, കാണുന്നുണ്ടോ? അതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ട് എഴുതി എടുക്കണേ. അപ്പോൾ നമുക്ക് മാത്സിൻ്റെ 8ാമത്തെ ചാപ്റ്ററാണ്. എളുപ്പമുള്ളൊരു ചാപ്റ്റർ കേട്ടോ. അൺചേഞ്ചിങ് റിലേഷൻസ്, മാറാത്ത ബന്ധങ്ങൾ. എന്താ നിങ്ങളെ മാറാത്ത ബന്ധങ്ങൾ. ഇതിനകത്തിൽ ടെസ്റ്റ് കിട്ടിയില്ലല്ലോ ഒക്കെ അല്ലേ? ഇതാണ് മാറാത്ത ബന്ധങ്ങൾ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താവും നിങ്ങളെ അൺചേഞ്ചിങ് റിലേഷൻ. റിലേഷൻ എന്ന് വെച്ചാൽ ബന്ധങ്ങളാണെന്ന് നമുക്കറിയാം അല്ലേ? പക്ഷെ അൺചേഞ്ചാണ്, മാറാത്ത. അപ്പോൾ നോക്കിക്കേ, അവിടെ ഒരു കൊച്ചു കണ്ടിരുന്ന അതിൻ്റെ വീട് പോലെ അല്ലേ പൈസ ഇട്ട് വെക്കുന്ന ഒരു സാധനമാണെന്നാണ് തോന്നുന്നത് അല്ലേ? അതിനകത്ത് നിന്ന് പൈസ എടുത്ത് വെച്ചിരുന്ന എണ്ണുവാ. നോക്കിയേ, അതിൻ്റെ പേര് മയൂഖിയുടെ പണക്കുടുക്കയിൽ, പണക്കുടുക്കയ അല്ലേ? അതിൽ 100 രൂപയുണ്ട്. നോക്കണേ കുഞ്ഞുങ്ങളെ, മയൂഖി ആ കുട്ടിയുടെ പേരാണ്. നല്ലൊരു കൊച്ചല്ലേ? അതിൻ്റെ പണക്കുടുക്കയിൽ 100 രൂപയുണ്ട്. അതിൽ നിന്നും 10 രൂപ എടുത്ത് ഒരു പേന വാങ്ങി. നല്ലതുപോലെ മനസ്സിലാക്കി പോണേ. 100 രൂപയുണ്ട് കുഞ്ഞുങ്ങളെ നമ്മുടെ മയൂഖി കുട്ടിയുടെ കുടുക്കക്കകത്തിൽ. അത് 100 രൂപ എടുത്ത് ഒരു പേന വാങ്ങി. അപ്പം മൊത്തം എത്ര രൂപയുണ്ടായിരുന്നു? 100 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്നും 10 രൂപ എടുത്ത് പേന വാങ്ങി. അപ്പം അതിൽ നിന്നും കുറയുമല്ലേ? 100 രൂപയിൽ നിന്നും 10 രൂപ കുറയല്ലേ കുഞ്ഞുങ്ങളെ? ആണല്ലോ. 10 രൂപ എടുത്താണ് പേന വാങ്ങിയത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 100 രൂപയിൽ നിന്ന് 10 രൂപ പോയത് എത്ര? ബാക്കി 90 രൂപയുണ്ട് അല്ലേ? 100ൽ നിന്ന് 10 പോയാൽ എത്ര കുഞ്ഞുങ്ങളെ? 90 ആണ്. നമുക്ക് ചെയ്തു നോക്കാതെ തന്നെ നമുക്കറിയാം ഇല്ലയോ? 100ൽ നിന്നും 10 പോയാൽ 90 ആണ്. 100ൽ നിന്നും 10 പോയാൽ 90 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 20 രൂപയാണ് ചിലവാക്കിയതെങ്കിലോ? 100 രൂപയായിരുന്നേ. 100 രൂപയിൽ നിന്നും 20 രൂപയാണ് ചിലവാക്കിയതെങ്കിലോ? അത് നമുക്കറിയാം അല്ലേ? അറിയത്തില്ലയോ? 100ൽ നിന്ന് 20 പോയാൽ എത്രയാ? 80 രൂപ ബാക്കി കാണുമെന്ന് നമുക്കറിയാം. ഓരോന്നും മനസ്സിലാക്കി പോണേ. 100ൽ നിന്ന് 20 പോയാൽ ബാക്കി 80 അല്ലേ? 80 ആണ്. അങ്ങനെയാണെങ്കിൽ 75 രൂപയാണ് ബാക്കിയുള്ളതെങ്കിൽ എത്ര രൂപ ചിലവാക്കി? അങ്ങനെയാണെങ്കിൽ നോക്കണേ കുഞ്ഞുങ്ങളെ, 75 രൂപ ബാക്കിയുണ്ടെന്ന്. 100 രൂപയായിരുന്നു അല്ലേ മൊത്തം വഞ്ചിയിലിടുന്നത്. ബാക്കി എത്ര കുഞ്ഞുങ്ങളെ? ബാക്കി കയ്യിൽ 75 രൂപയുണ്ടായിരുന്നു അല്ലേ? ബാക്കി കയ്യിൽ എത്ര ഉണ്ട്? 75 ആണ് കേട്ടോ. 75 രൂപയാണ് ബാക്കിയുള്ളത്. അപ്പോൾ എത്ര രൂപയുടെ ചിലവാക്കി? എത്ര രൂപ ചിലവാക്കി കുഞ്ഞുങ്ങളെ? ബാക്കി 25 രൂപ അല്ലേ? എങ്ങനെയാ? 75ഉം 25ഉം കൂടെ ആകുമ്പോഴാണ് എന്താവുന്നത്? 100 ആകുന്നത്. അത് ഞാൻ കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ചോദ്യം ഞാനൊന്ന് എഴുതി കാണിക്കാം കേട്ടോ. അതായത് 100 രൂപയാണ് ആ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? 100 രൂപയാണ്. ഇത് ചെയ്തിട്ടേക്കുന്നല്ല, പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും ഞാനങ്ങ് പറയാം. 100 രൂപയാണ് ആ കുട്ടിയുടെ കയ്യിലുള്ളത്. 75 രൂപയാണ് ബാക്കിയുള്ളത്. അപ്പോൾ എത്രയോ രൂപ ചിലവാക്കിയെന്നാണ് നമ്മൾ അറിയേണ്ടത്. എത്ര രൂപയാണെന്ന് നമുക്കറിയത്തില്ല ചിലവായത്. അപ്പം നമുക്ക് ചിലവായത് എത്രയാണെന്ന് അറിയത്തില്ല. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ വേറെ രീതി ഞാൻ പറയാം. അതായത് 100 രൂപ ആ കൊച്ചിൻ്റെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? എത്ര രൂപയാ ചിലവായെന്ന് അതിനറിയത്തില്ല. പക്ഷേ ബാക്കി അതിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 75 രൂപ ബാക്കിയുണ്ട്. 75 രൂപ ബാക്കിയുണ്ട്. എത്ര രൂപയാ ചിലവായെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എങ്ങനെയാ കാണുന്നത്? ചിലവായത് എത്രയാണെന്ന് അറിയാൻ വയ്യാത്തതിനെ നമുക്ക് എക്സ്, നമ്മൾ ആൾജിബ്ര ബീജഗണിതം എന്നൊരു പാഠം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് നമ്മൾ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സ് ഒക്കെ വരുമ്പോൾ എന്തോ പോലെ അല്ലേ? നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ് എന്നൊരു പേരങ്ങ് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങളെ, 100 രൂപയാണ് നമ്മുടെ മയൂഖി കുട്ടിയുടെ കുടുക്കക്കകത്തിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അതിൽ നിന്നും എത്ര രൂപയാണ് ഈ കൊച്ചിന് ചിലവായെന്ന് അറിയത്തില്ല. പക്ഷേ ബാക്കി അതിൻ്റെ കയ്യിൽ എണ്ണി നോക്കിയപ്പം 75 രൂപയുണ്ട്. എത്ര രൂപയാണോ ചിലവായെന്ന് തന്നെ അറിയത്തില്ല. അതിനാണ് നമ്മൾ എക്സ് എന്ന പേര് കൊടുത്തത്. അപ്പോൾ ഈ എക്സ് എത്ര ആണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു, നോക്കണേ, എക്സ് കഴിഞ്ഞിട്ട് ഈക്വലാണ്. ഈക്വൽ കഴിഞ്ഞിട്ട് ഇവിടെ എന്താ കിടക്കുന്നത്? ഈക്വൽ കഴിഞ്ഞിട്ട് എന്താ കുഞ്ഞുങ്ങളെ? 75 ആണ്. ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് അത് എഴുതാം, 75. ഇനി ഇവിടെ നോക്കിക്കേ, 100 ഉണ്ട് അല്ലേ? ബാക്കിയുള്ളതെല്ലാം നമുക്ക് എക്സ് എഴുതി 75 എഴുതി. ഇനി ഒരു 100 ഉണ്ട്. ഈ 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ
+100. ഡൗട്ട് അടിക്കുന്നുണ്ടോ? +100 വന്ന എന്തുകൊണ്ടാണ്? ഇവിടെ സൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് +100. അതിപ്പുറത്ത് വരുമ്പം -100 ആയിട്ട് അങ്ങ് മാറും. എല്ലാം കൂടെ പുകഞ്ഞു പോകല്ലേ. ഇത് ഞാനൊരു എളുപ്പ വഴിയിൽ നിന്ന് നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 75 100 പോകത്തില്ല, അല്ലെങ്കിൽ 100 75 പോയാൽ ബാക്കി 25 രൂപയാണ് ചിലവായത്. അല്ലെങ്കിൽ പോട്ടെ 100 നിന്നും 75 അങ്ങ് പോയാൽ ബാക്കി 25 ആണെന്ന് അറിയാവുന്നവരൊക്കെ. പക്ഷെ നമ്മൾ കണക്ക് എഴുതി സ്റ്റെപ്പ് എഴുതി ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാവും കേട്ടോ. കണക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ എഴുതണം. മനസ്സിലാക്കി പോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മളല്ലാത്ത രീതി പറയുകയാണെങ്കിൽ എന്താ, ആ കൊച്ചിൻ്റെ കുടുക്കയ്ക്കകത്ത് 100 രൂപയുണ്ടായിരുന്നു അല്ലേ, 70, ഇനി ബാക്കി എത്ര രൂപയും കൂടിയേ ഉള്ളൂ? 75 രൂപയും കൂടിയേ ഉള്ളൂ. അപ്പോൾ 100 നിന്ന് 75 പോയാൽ ബാക്കി 25. ഏത് രീതി വേണമെങ്കിലും അതിനെ ചിന്തിക്കാം കേട്ടോ. 100 രൂപയിൽ നിന്നും ചിലവാക്കിയ രൂപ കുറച്ചാണ് മിച്ചമുള്ള രൂപ നമ്മൾ എഴുതിയത് അല്ലേ. ഈ 100 രൂപയിൽ നിന്നും ഇപ്പോൾ 10 രൂപയുടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു 100 രൂപ കയ്യിലുണ്ടായിരുന്നു അല്ലേ. 10 രൂപയുടെ പേന മേടിച്ചു, അപ്പോൾ 10 കുറച്ചു, അപ്പം മിച്ചം എത്ര ഉണ്ട്? മിച്ചം 90 രൂപയുണ്ട് അല്ലേ. 100 രൂപയിൽ നിന്നും ബാക്കിയുള്ള രൂപ കുറച്ചാണ് നമുക്ക് ചിലവാക്കിയ രൂപ. ചിലവാക്കിയ രൂപയും ബാക്കിയുള്ള രൂപയും കൂട്ടിയാൽ 100 രൂപയാവുമെന്നാ ഇല്ലേ. എന്നിട്ട് 90ഉം 10 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടും അല്ലേ. 100ൽ നിന്നും 10 പോയപ്പോൾ 90. അതുപോലെ തന്നെയാണ് 90ൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 100ആണ്. എന്തുവാന്നാ മനസ്സിലാവുന്നുണ്ടോ? ഇത് ചെയ്തിട്ടേക്കുന്ന കണക്കാണ്. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്ത അത് മനസ്സിലാവാൻ ഒന്നുമില്ല കുഞ്ഞുങ്ങളെ. നമ്മളിപ്പം കടയിൽ പോവുക, 50 രൂപയും കൊണ്ട് കടയിൽ പോയെങ്കിൽ 5 രൂപയുടെ ഒരു പേന വാങ്ങിച്ചെങ്കിൽ ബാക്കി എത്രയാ? 45 രൂപയാ അല്ലേ. ബാക്കി 45 രൂപ. അതായത് അവർ പറയുന്നത് ആ 45ൻ്റെ കൂടെ ആ 5 കൂടെ കൂട്ടുമ്പോൾ 50 വരത്തില്ലേ അല്ലേ. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം കുഞ്ഞുങ്ങളെ, 50 രൂപയും കൊണ്ട് നമ്മൾ കടയിൽ പോവുക, 50 രൂപ, 5 രൂപയുടെ ഒരു പേന വാങ്ങിച്ചു. ബാക്കി എത്ര ഉണ്ടെന്ന്, അതായത് ഒന്നുകിൽ നമ്മൾ എന്താ 50ൽ നിന്നും 5 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ എത്ര? 45 അല്ലേ. 50ൽ നിന്ന് 5 പോയാൽ 45 അല്ലേ. അതുപോലെ തന്നെ ഈ 45ൻ്റെ കൂടെ 5 കൂട്ടിയാലും എന്താ 50 അല്ലേ. അതാ കേട്ടോ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു കണക്ക് നോക്കാം. 20 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം, സ്ക്വയർ ആണേ, സമചതുരം വരയ്ക്കണം. ഇവിടെ സമചതുരം വരയ്ക്കാൻ ഒരു വശത്തിന്റെ നീളം വേണമല്ലോ. സമചതുരം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 4 വശവും ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് അതിനെ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുന്നത്. ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇപ്പൊ 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക അല്ലേ. 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുരം വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് അതിനെ സമചതുരം, സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നമുക്ക് 20 സെൻറ്റിമീറ്ററാണ്. 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചതുരത്തിനെ നമുക്ക് എന്താ തുല്യമായിട്ട് കൊടുക്കണമെങ്കിൽ എത്ര വേണം? 5 5 5 5 അല്ലേ. 20 സെൻറ്റിമീറ്റർ ചുറ്റളവ് എന്ന് വെച്ചാൽ എന്താ? പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഉള്ള ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് പെരിമീറ്റർ ആണ് കുഞ്ഞുങ്ങളെ. ഒരു സ്ക്വയർ വരയ്ക്കണം. ഈ സ്ക്വയർ വരയ്ക്കാൻ ഒരു വശത്തിന്റെ നീളം വേണമല്ലോ. അതെത്രയാണ്? 20 സെൻറ്റിമീറ്റർ കുഞ്ഞുങ്ങളെ. 20 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലേ. 4 വശം എന്ന് വെച്ചാൽ ഡിവൈഡ് 4 എത്ര വരും? 5 ആണ് വരുന്നത്. അതൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. 20 സെൻറ്റിമീറ്റർ ആണ് മൊത്തം തന്നേക്കുന്നത്. 4 വശവും തുല്യമായിട്ട് കൊടുക്കണമെങ്കിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര? 5 കിട്ടും. ഇനി അഥവാ അല്ല എന്താ നമുക്ക് പിന്നെ 60 വെച്ചോ. 60 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സെൻറ്റിമീറ്റർ ചുറ്റളവാണെങ്കിൽ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ? ഡിവൈഡ് 4 കൊടുക്കണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഡിവൈഡ് ഏതാണോ നമ്മളുടെ സ്ക്വയർ ചോദിക്കുന്നത് അതിനെ ഡിവൈഡ് 4 വെച്ച് നോക്കുമ്പോൾ നമുക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. ഇവിടെ 20 നമ്മളോട് ചോദിച്ചുകൊണ്ട് 20/4 5 സെൻറ്റിമീറ്റർ ആണ് ഈ 5 കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ നമുക്കപ്പോൾ എത്ര? 20 ആണ് നമുക്ക് എന്ത് തന്നെ? 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് പെരിമീറ്റർ. ഇംഗ്ലീഷ് മീഡിയക്കാരെ പെരിമീറ്റർ നമുക്ക് എക്സർസൈസിലോട്ട് കയറാം, എന്നാലും ബേസ് ഒന്ന് തരാൻ വേണ്ടി. പെരിമീറ്റർ = അല്ലെങ്കിൽ ചുറ്റളവ് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മലയാളം മീഡിയക്കാർക്ക് ചുറ്റളവ്, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഒരു വശം എത്ര കുഞ്ഞുങ്ങളെ? 1 സൈഡ് എത്ര? സൈഡ് അല്ലെങ്കിൽ വശം എത്രയാണ് ഇവിടെ? 5 ആണ്. എന്തുകൊണ്ടാ? 5 × 4 ആണ് 20. ഒരു 5 10 15 20 അല്ലെങ്കിൽ 5 × 4 20 കേട്ടോ. മനസ്സിലായോ? 4 × സൈഡ് ഏത് പെരിമീറ്റർ നോക്കിയാലും എന്താ മൊത്തം വശം കൂടെ കൂട്ടുന്നതിനെയാണ് ഈ ചുറ്റളവ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? 4 × സൈഡ് കേട്ടോ. ഓക്കെ, അതൊക്കെ അറിയാമല്ലോ. ഒന്നുകൂടെ പറയണോ?
ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ, ഇവിടെ ഈ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു സ്ക്വയറാണ്, അതായത് സമചതുരമാണ്. സമചതുരം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്താ 20 നമുക്ക് തന്നെങ്കിൽ തുല്യമായിട്ട് 4 വശത്തും കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താ, സമചതുരമാണ്, സ്ക്വയറാണ്. അപ്പോൾ 20 തുല്യമായിട്ട് കൊടുക്കണമെങ്കിൽ 5 വെച്ച് കൊടുത്തെങ്കിലേ തുല്യമായിട്ട് 4 വശവും വരത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പെരിമീറ്റർ കാണണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വെച്ചാണെങ്കിൽ പെരിമീറ്റർ കാണണമെങ്കിൽ എന്താ സൈഡ് ഇൻറ്റു ഏരിയയാണ് സൈഡ് ഇൻറ്റു സൈഡ്. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, എന്നാലും ഞാൻ പറയുക പെരിമീറ്റർ ആണെങ്കിൽ 4 ഇൻറ്റു സൈഡാണ് കേട്ടോ. ഈ ഇക്വേഷൻ വേണേ ഒന്ന് പഠിച്ചു വെച്ചേരാം കേട്ടോ. ഏരിയയും പെരിമീറ്ററും നമുക്കിവിടെ പെരിമീറ്റർ ആണ്. അപ്പോൾ 4 ഇൻറ്റു സൈഡ്, ഇവിടെ സൈഡ് എത്ര കുഞ്ഞുങ്ങളെ, 4 ഇൻറ്റു സൈഡ് എത്ര, 5 ഇൻറ്റു 4 20 സെൻറ്റിമീറ്റർ കേട്ടോ. അങ്ങനെയാണെങ്കിൽ സമചതുരമല്ലാത്ത ഒരു ചതുരം വരയ്ക്കാനാണെങ്കിൽ എന്തോ ചെയ്യും? ഇതിപ്പോൾ സമചതുരമായപ്പോൾ നമ്മൾ തുല്യമായിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താ, ചതുരമാണെങ്കിൽ, ചതുരം എന്ന് വെച്ചാൽ എന്താ, റെക്റ്റാങ്കിളാണ് നമ്മൾ എടുത്ത് റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കണം. അപ്പം നമുക്കിവിടെ 20 തന്നിരിക്കുന്നത്, 20 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെയാ, ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. എന്താ ഇവിടെ നമ്മൾ 5 എടുത്തില്ലായിരുന്നോ, 5 സെൻറ്റിമീറ്റർ തുല്യമായിട്ട് എടുത്തു. അപ്പം നമുക്കിവിടെ ഒന്നുകൂടെ കൂട്ടി ഇവിടെ 6 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എത്ര ആണ്, 6 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇവിടെ 6 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മാറാം. അപ്പോൾ 6 എത്രയായി, 12 മൊത്തം എത്ര വരണ്ടേ, 20 അല്ലേ. ഇനി എത്രയും കൂടെ വരണം, 12ൻ്റെ കൂടെ 8 കൂടി വരണം. അപ്പോൾ ഇവിടെ എത്രയാ, ഇവിടെയും 4 ഇവിടെയും 4. ഇനി നിങ്ങളൊന്ന് ചെയ്തേ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ അല്ലേ. അപ്പോൾ 6 12, 12 4 16, 16 4 20 കണ്ടോ, മനസ്സിലായോ? അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4 സെൻറ്റിമീറ്റർ വന്നത് എങ്ങനെയാണെന്ന്. ചുറ്റളവ് 20 സെൻറ്റിമീറ്റർ ആയാൽ വശങ്ങളുടെ നീളത്തിൻ്റെ തുക 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ വന്നേതാ, 10 മുമ്പ് നമ്മൾ 5 എടുത്തതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടി വേണം ഇവിടെ എന്താ 6 കൊടുക്കാൻ കേട്ടോ, മനസ്സിലായോ? അപ്പോൾ 6 നമ്മുടെ മനസ്സിലൂടെ ഒരു ഐഡിയ വേണേ. ചാടി കയറി ഇപ്പോൾ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടുത്തത് അങ്ങനെ ആണോന്നില്ല. നമുക്കൊരു ഐഡിയ വേണം. ഇവിടെ എത്രയാണോ കൊടുക്കുന്നത് അതേ ഇവിടെ കൊടുക്കാവൂ കേട്ടോ. ഇനി ഇവിടെ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അതേ ഇപ്പുറവും കൊടുക്കാവൂ. അപ്പോൾ ഈ 4 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ആയിരിക്കണേ കേട്ടോ. ചാടി കയറി എഴുതി വെക്കല്ലേ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒരു ബേസ് ടെസ്റ്റ് കൊടുത്താൽ ഇതേ ചുറ്റളവിൽ ഇനിയും പല ചതുരങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്നൊക്കെയാവും നിങ്ങൾ അതിനകത്തിൽ പോട്ടെ. ഇനി നമുക്ക് ഇതിനകത്തിലെ മെയിൻ കണക്കിലോട്ട് കയറാം കേട്ടോ. അതായത് അതെ, കയ്യിലുണ്ടായിരുന്ന രൂപയിൽ നിന്നും ചോദ്യം കേട്ടോണേ കുഞ്ഞുങ്ങൾ, നമ്മൾ ഒന്നാമത് ചെയ്യാൻ പോകുന്നത് കയ്യിലുണ്ടായിരുന്ന രൂപയിൽ നിന്നും 108 രൂപ ചിലവാക്കി 99 രൂപ ബാക്കിയുണ്ട്. മനസ്സിലായോ? കയ്യിൽ എന്താ ഉണ്ടായിരുന്ന രൂപയിൽ നിന്നും 128 രൂപയാണ്, 128 രൂപ ചിലവാക്കി. അതിനെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം കുഞ്ഞുങ്ങളെ. കയ്യിലുണ്ടായിരുന്ന രൂപയിൽ നിന്ന് 128 രൂപ അങ്ങ് ചിലവായി, 99 രൂപ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നതാണ് കേട്ടോ. നമുക്കിത് 2 രീതി ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ രീതി ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം കയ്യിലുണ്ടായിരുന്ന രൂപയിൽ നിന്നും, കയ്യിലുണ്ടായത് എത്ര എന്ന് നമുക്കറിയത്തില്ല, അറിയാമോ? അപ്പം നമുക്ക് കയ്യിലുണ്ടായത് എത്ര എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എക്സ് എന്ന് പേരിട്ടു. കാരണം എത്ര നമുക്കറിയത്തില്ല. കയ്യിലുണ്ടായിരുന്ന രൂപയിൽ നിന്നല്ലേ കുഞ്ഞുങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞത്. അതിൽ നിന്നും 128 രൂപ എന്ത് ചെയ്തു, ചിലവായി പോയി അല്ലേ, ചിലവായി പോയി. അപ്പം എന്താ, മൈനസ് ആണ്, കിട്ടിയതല്ലല്ലോ, പോയതല്ലേ. പോകുമ്പോൾ എന്താ, മൈനസ്. അത് ഓർത്തോണേ, മൈനസും പ്ലസും ഒക്കെ വരുന്ന ഓർത്തോണേ. എക്സ് എന്ന് കൊടുത്ത എന്താ, കയ്യിലുണ്ടായിരുന്ന രൂപയിൽ നിന്നും. നിങ്ങളുടെ ടെസ്റ്റിലെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആ ചോദ്യം ഒന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. കയ്യിലുണ്ടായിരുന്ന രൂപയിൽ നിന്ന് അത് എത്രയാണെന്ന് അറിയില്ല, അതിൽ നിന്നും 128 രൂപ അങ്ങ് ചിലവാക്കിയേ. എന്നാൽ ബാക്കി എത്രയുണ്ട്, 99 രൂപ ബാക്കിയുണ്ട്. ഇതാണ് നമ്മുടെ ചോദ്യം. ഒന്നുകൂടെ മനസ്സിലാക്കണോ, പറയണോ? കയ്യിലുണ്ടായിരുന്ന രൂപ എത്രയാണെന്ന് അറിയത്തില്ല. മുമ്പ് ഞാൻ പറഞ്ഞു എത്രയാണെന്ന് അറിയത്തില്ല. അറിയാൻ വയ്യാത്തത് തന്നെ നമ്മൾ എക്സ് എന്ന പേര് കൊടുക്കുക അല്ലേ. 128 രൂപ ചിലവായി പോയി അല്ലേ, നമ്മുടെ കയ്യിലില്ല. ഈ ചിലവായി പോയി എന്നുള്ളതിനാണ്ടാണ് മൈനസ് എന്ന് വന്നത്. എന്നാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടി
നമുക്ക് ഇങ്ങോട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു പ്ലസ് 128 കൊടുത്തേനെ കേട്ടോ. ചിലവായി പോയി എന്നുകൊണ്ട് മനസ്സിലാക്കി പോണേ. മാത്സ് ആണേ 128 രൂപ ചിലവായി പോയി, പക്ഷെ ബാക്കി 99 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ, അതാണ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് കേട്ടോ. അപ്പം എക്സ് കണ്ടുപിടിക്കേണ്ട എക്സ് അല്ലേ, എപ്പോഴും ഓർത്തോണേ എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു ഈക്വൽ കഴിഞ്ഞിട്ട് എന്ത് കിടക്കുന്നോ അത് വേണം ഫസ്റ്റ് എഴുതാൻ കേട്ടോ. അത് ഓർത്തോണേ 99. ഈക്വൽ കഴിഞ്ഞിട്ട് 99 അല്ലേ കിടക്കുന്നത്, 99. മനസ്സിലായോ? ഇനി എഴുതാൻ ഏത് സംഖ്യ ഉണ്ട്? ഒരു -128 ഉണ്ട്. നമ്മൾ ഈക്വൽ കഴിഞ്ഞിട്ടാവും നിങ്ങൾ ഇവിടെ 99 എഴുതിയത്. ഇത് ഈക്വലിന് ഇപ്പുറം കിടക്കുന്ന ആളല്ലേ, ഈ സമത്തിൻ്റെ ഇപ്പുറം കിടക്കുന്ന ആളാണിത് അല്ലേ. ഇതിനെ പൊക്കി നമ്മൾ സമത്തിന് ഇപ്പുറം കൊണ്ടുവരുമ്പം പ്ലസ് 128 അങ്ങ് -128 ആവും. -128 ആണെങ്കിൽ അത് പ്ലസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈൻ അങ്ങ് മാറും കേട്ടോ. ഈ ക്ലൂ ഓർത്ത് വെച്ചേക്കണേ. ഇത് നിങ്ങൾക്ക് ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത മെത്തേഡ് പഠിപ്പിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ളതാണ് കേട്ടോ. ഏത് കണക്കായാലും എൻ്റെ കുഞ്ഞുങ്ങൾ അറിയത്തില്ല എന്നും പറഞ്ഞിരിക്കരുത്, മനസ്സിലാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ ആൽജിബ്ര അല്ലെ ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എക്സ് കൊടുക്കുക. ചിലവായി പോയത് 128 രൂപ, പക്ഷെ ബാക്കി 99 രൂപ കയ്യിലുണ്ട്. അപ്പോൾ ചിലവായത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സ് എന്ന പേര് കൊടുക്കുന്നത്. എക്സ് എഴുതി കഴിഞ്ഞാൽ ഈക്വൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഈ ക്ലൂ പഠിക്കണം. ഈക്വൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം ഫസ്റ്റിൽ എഴുതാൻ. ഇനി വല്ലതും എഴുതാനുണ്ടോ? ഉണ്ട്. ഒരു -128 അവിടെ കിടപ്പുണ്ട്. സൈൻ നോക്കണേ. -128 സമത്തിൻ്റെ ഈക്വലിൻ്റെ ഇപ്പുറം വന്നു. ഈ ഈക്വലിൻ്റെ ഇപ്പുറത്തല്ലേ വന്നേ. അപ്പോൾ -128 അങ്ങ് പ്ലസ് 128 ആയി കേട്ടോ. അപ്പം നമുക്ക് 128ൻ്റെ കൂടെ 99 കൂടെ കൂട്ടുമ്പോൾ എത്ര? 128ൻ്റെ കൂടെ എത്ര? 8 8 16 17 9 10 12 പിന്നെ 1 1 2. നോക്കൂ നിങ്ങൾ, 227 നമുക്ക് കിട്ടിയത്. അത് എന്താ കയ്യിലുണ്ടായിരുന്ന രൂപ 227 രൂപയാണ്. അതിനെ എന്ത് ചെയ്തു? 128 രൂപയാണ് ചിലവായത്, ബാക്കി 99 രൂപ. ഇനി ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിനൊന്ന് പറയട്ടെ. ഇനി നമ്മൾ ഇത് വേറെ രീതിയിലും ചെയ്യാമെന്നവർ പറയുന്നുണ്ട് കേട്ടോ. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എത്ര രൂപയാണ് നിങ്ങളെ? 128 രൂപയാണ് അല്ലേ കയ്യിലുണ്ടായിരുന്നത്. ചിലവായ പൈസ എന്ന് പറയുന്നത് 99 രൂപയാണ്. ഇതിന് ചെയ്യാൻ എളുപ്പ വഴിയിൽ എങ്ങനെ ചെയ്യാം? ഞാൻ നോക്കൂ നിങ്ങളെ, ഈ 99 128 ഇത് നമുക്ക് 9 8 എത്ര എന്നൊക്കെ ഭയങ്കര പാടാണ് അല്ലേ. അപ്പോൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ഈ 99നെ അങ്ങ് 100 ആക്കാം. ആദ്യം ഒരു ബുദ്ധിമുട്ട് കാണും, ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്. ഈ വഴിയെക്കാട്ടി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഈ രീതിയായിരിക്കും. ഇവിടെ നോക്കൂ നിങ്ങൾ, 99 ആണല്ലേ. ഈ 99ൻ്റെ കൂടെ ഒന്നും കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ, മനസ്സിലാക്കണേ, ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ 100 ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. ഇനി 98 ആണെങ്കിൽ അതിൻ്റെ കൂടെ 2 കൂടി ഇട്ട് കൊടുത്താൽ 100. ഇനി 97 ആണെങ്കിൽ അതിൻ്റെ കൂടെ 3 കൂടി ഇട്ട് കൊടുത്താൽ അത് 100. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ 99ൻ്റെ കൂടെ ഞാനൊരു 1 കൂടി ഇട്ട് കൊടുക്കുക. എവിടുന്നാണ് എടുത്ത് കൊടുക്കുന്നത്? തൊട്ടിപ്പുറത്ത് കിടന്ന സംഖ്യയിൽ നിന്നാണ് എടുത്ത് കൊടുക്കേണ്ടത്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഈ 99ൻ്റെ കൂടെ ഞാൻ 1 കൂടി, നമ്മളൊരു എളുപ്പ വഴിയാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ഇത് എന്തുവോ എവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരാമെന്നൊരു ഡൗട്ട് വരും. പക്ഷേ നമ്മളെന്താ 2-3 എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ മേടിക്കാൻ പഠിച്ചോളൂ, കടമെടുക്കാൻ പഠിച്ചോളൂ കേട്ടോ. ആദ്യത്തെ ഒരു ഇത് കാണും, പിന്നെ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 99ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ആ ഒന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം? ഇവിടുന്ന് അങ്ങോട്ട് കടം കൊടുക്കുക അല്ലേ. അപ്പം 128ൽ നിന്നും 1 കുറച്ചു എന്ന് വെച്ചാൽ 1 അപ്പുറത്തോട്ട് കൊടുത്തു, പ്ലസ് 99ൻ്റെ കൂടെ 1 കൂട്ടി. ഇത്രയേ ഉള്ളൂ. 128ൽ നിന്ന് 1 അങ്ങോട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ എങ്ങനെയാ? അങ്ങോട്ട് കടം കൊടുത്തതാ, -1. ഇയാൾ വാങ്ങിച്ചു എന്നുള്ളത് +1 കേട്ടോ. അപ്പോൾ 128ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ എത്ര? 128ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 129. സംശയമുണ്ടോ? കുറയ്ക്കുമല്ലേ? 128ൽ നിന്ന് 1 പോയാൽ 127 കുഞ്ഞുങ്ങളെ. പ്ലസ് 99ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 100. 127ൻ്റെ കൂടെ 100 കൂടെ കൂട്ടിയാൽ 227. എങ്ങനെയുണ്ട്? ഈ മെത്തേഡാണോ എളുപ്പം? ഏതാവും നിങ്ങളെ നിങ്ങൾക്ക് എളുപ്പം? ആദ്യം ഒരു എന്തോ പോലൊക്കെ തോന്നൂല്ലേ? ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഇവിടെ 99 അപ്പോൾ ഒന്നുകൂടെ ആയപ്പോൾ എന്താ? 100 ആയി. ആ ഒന്ന് ഇവിടെ നിന്നാണ് കടമെടുത്തത്. കടമെടുക്കുന്നുള്ളത് മൈനസും വാങ്ങിക്കുന്ന ആൾ പ്ലസ്സുമാണ്. അത്രയേ ഉള്ളൂ. 128ൽ നിന്ന് 1 പോയാൽ 127. 99ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 100. അപ്പോൾ 227. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഈ മെത്തേഡിലാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ മെത്തേഡ് ചെയ്താൽ മതി കേട്ടോ. ഇത് ആൽജിബ്രയാണ്, ബീജഗണിതം ഉപയോഗിച്ച് എങ്ങനെ എഴുതാവുന്ന കേട്ടോ. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് വിട്ടേരെ, ഇത് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ആൻസർ കിട്ടണം
കേട്ടോ, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സർസൈസിൽ അതാണ്ട് അതുപോലെ കുറേ ചോദ്യമുണ്ട്, നമുക്ക് ചെയ്യാം. ചുവടെയുള്ള തുകകൾ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാനാണ് കേട്ടോ, മനക്കണക്കായിട്ട്. ഫസ്റ്റ് നോക്കൂ നിങ്ങളെ, പേജ് നമ്പർ എത്ര? 116 പേജ് നമ്പർ 116 ഒന്നാമത്തെ ചോദ്യം 137 പ്ലസ് 199. അപ്പം എങ്ങനെ ഇരിക്കുന്നു? 99 ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ കൂട്ടി എന്താക്കിയേനി? 100 ആക്കിയേനി. പക്ഷെ 199 ഒന്നും പേടിക്കേണ്ട, ഒന്നുകൂടി ഇട്ട് കൊടുത്താൽ മതി. എന്താ 200 ആവത്തില്ലേ? പിന്നല്ല നമ്മളോട് അല്ലേ. എന്തേ തുറയേ ഉള്ളൂ നിങ്ങളെ. അപ്പം എവിടുന്നാ കടമെടുത്തേ? 199ൻ്റെ കൂടെ 199 അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങ് ഒരുപാട് ഇതായി പോയില്ലേ? 199 199 അല്ലേ, അത് മതി. അത്രയേ ഉള്ളൂ നിങ്ങളെ. ഈ 199ൻ്റെ കൂടെ ഒന്നും കൂടെ ചേർത്താൽ 200 ആവും. നമുക്ക് ഈ 0 വന്നു കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റും അല്ലേ? 200 300 400 500 ഇങ്ങനെയൊക്കെ വന്നാൽ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ 199ൻ്റെ കൂടെ 1 കൂടെ ചെയ്യുമ്പോൾ 200 ആവും. 199ൻ്റെ കൂടെ ഒന്നുകൂടെ ചേർത്തപ്പോൾ 200 ആവും. എവിടുന്നാ കടമെടുത്തേ? ഇപ്പുറത്തെ കൊച്ചാട്ടൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. കൊച്ചാട്ടൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് കടമെടുത്തേ? 1 രൂപ കേട്ടോ. അപ്പം ഇപ്പുറത്തുനിന്ന് കടം കൊടുത്തു. 137 1 അദ്ദേഹത്തിന് കൊടുത്തു. പ്ലസ് ഇപ്പുറത്തെ അദ്ദേഹം എന്ത് ചെയ്തു? അതങ്ങ് വാങ്ങിച്ചു. കൊടുക്കലും വാങ്ങലും ഒക്കെ ഓർത്തോണേ. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഇവിടെ മൈനസ് പ്ലസ് കണ്ടോ. അങ്ങനെയാണെങ്കിൽ 137 1 പോയാൽ എത്ര നിങ്ങളെ? 136 പ്ലസ് 199ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 200 ആണ്. 200 136 കൂടെ എത്ര? 136 ചോദ്യത്തിൽ എത്ര? 199 അല്ലേ? ആണല്ലോ. അപ്പോൾ എത്ര? 200. അപ്പോൾ എത്ര? 336 വരും. 137 199 കൂടിയാണ് കേട്ടോ. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ. മനസ്സിലായോ? 137 199 199ൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയപ്പം 200 ആയി. അതൊക്കെ നല്ലപോലെ അറിയണേ. 99ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ 200 ആയി അല്ലേ? 199 അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ചു, ഇവിടെ ഒന്ന് കൂട്ടി. അപ്പം 136 200 കൂടെ 336. ഇപ്പം പിടി കിട്ടിയോ? അടുത്ത ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്ത ഇപ്പുറത്ത് തന്നെ അങ്ങ് ചെയ്യാം. 375 പ്ലസ് 298. നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നും, ഇവിടുത്തെ കൂട്ടി ഇവിടുത്തെ കുറച്ചാൽ എന്താ? നമ്മളിവിടെ നോക്കിക്കേ, ഉള്ളതുകൂടെ പോവോ? ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും. എന്താ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് വെക്കാത്ത? നമ്മൾ ഏത് ഭാഗത്താണോ എടുക്കുന്നതും കൊടുക്കുന്നതും നോക്കണം കേട്ടോ. ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്, അയാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മൈനസ്, ഇയാൾ വാങ്ങിക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, ഇയാൾ എന്ത് ചെയ്തു? ഇയാൾക്ക് കൊടുക്കുകയാണ്. മനസ്സിലായോ? ഇത് വാങ്ങിക്കുക. അപ്പോൾ കൊടുക്കലും വാങ്ങലുമാണ് ഈ പ്ലസും മൈനസും വന്നതെന്ന് ഓർത്തോണ്ടേ കേട്ടോ. അല്ലാതെ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അറിയാം. ഇപ്പം നോക്കിയാൽ 375 298. അപ്പം നമുക്കറിയാം എന്താ? 98ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 300 വരും അല്ലേ? 298ൻ്റെ കൂടെ 2 കൂടി കൂട്ടിയാൽ 300 വരും. അപ്പം 2 കൂടെ വേണം. എത്ര വേണം? 2 കൂടി വേണം. അപ്പം 375 2 അങ്ങ് കൊടുത്തേരെ കേട്ടോ. അയാളിങ്ങനെ ആദ്യത്തെ ആളിങ്ങനെ കൊടുക്കാൻ അങ്ങ് നിൽക്കുക. എന്ത് ചെയ്യാനാ? രണ്ടാമത്തെ ആളെ വാങ്ങിക്കാനും നിൽക്കുക അല്ലേ? അപ്പോൾ കൊടുക്കൽ വാങ്ങൽ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മൾ ജീവിതത്തിൽ വേണ്ടുന്നതും അതാ കേട്ടോ. ഇല്ലാത്തവർക്ക് കൊടുക്കുക, അതാണ് നമ്മുടെ ജോലി. 375 എന്ത് ചെയ്യുക കുഞ്ഞുങ്ങളെ? 2 അപ്പുറത്തോട്ട് കടം കൊടുക്കുക. അദ്ദേഹം അതങ്ങ് വാങ്ങിക്കുകയും ചെയ്തു. അപ്പം 375 2 പോയാൽ എത്ര? 375 2 പോയാൽ 73 കേട്ടോ. 373 പ്ലസ് 298ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 300. 373 300 ആയപ്പോൾ 673. ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ എക്സ് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇതാ അല്ലേ? നിങ്ങൾക്ക് ഇതല്ലേ എളുപ്പം? ആ രീതി ചെയ്താൽ മതി കേട്ടോ. എക്സ് വെച്ചും ചെയ്യാം. അത് ആൽജിബ്രയാണ്, ബീജഗണിത രൂപം ഉപയോഗിച്ചാണ്. ഇനി അതാണ് ചിലർക്ക് എളുപ്പം മനസ്സിലായെങ്കിൽ ആ രീതി ചെയ്താലും മതി കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതാണ് കൂടുതൽ മനസ്സിലാവുന്നത് അല്ലേ? കാരണം കൊടുക്കുക വാങ്ങുക അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം നോക്കിയോ നിങ്ങളെ. എത്രാമത്തെയാണ്? മൂന്നാമത്തത്. 697 പ്ലസ് 174. 697 പ്ലസ് 174. നോക്കണേ, ഇവിടെ 697 174. ഇവിടെ ഈ 97ൻ്റെ കൂടെ നമുക്കൊരു 3 കൂടെ കൊടുത്താൽ 700 ആവത്തില്ലയോ നിങ്ങളെ? എപ്പോഴും ഈ 90 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് എളുപ്പമാണ് കേട്ടോ. എത്ര വിരളയിൽ എണ്ണാവുന്ന സംഖ്യകൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നറിയാം. അതായത് 697ൻ്റെ കൂടെ എത്ര? ഒരു 3 കൂടി ഉണ്ടെങ്കിൽ 700 ആക്കാം. മുമ്പ് നമ്മൾ പറയില്ലേ അപ്പുറത്തോ ഇപ്പുറത്തോ എന്നുള്ള ആ ഡൗട്ട് ഇപ്പം മാറി കിട്ടും.
മനസ്സിലാവുന്നുണ്ടോ? അതല്ലെങ്കിൽ 74ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 200 കിട്ടും? അത് ഇച്ചിരി നീണ്ടുപോകും അല്ലേ? അതിലും എളുപ്പം ഇവിടെ 97 കിടപ്പുണ്ട്. 697ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ മതി കുഞ്ഞുങ്ങൾ കേട്ടോ. 697ൻ്റെ കൂടെ 3 കൂടി കൂട്ടിയാൽ നമുക്ക് 700 കിട്ടും. നമ്മൾ ഈ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എളുപ്പം നമുക്ക് കിട്ടുന്ന ഏതാ. 97 വന്നു അല്ലേ? അതിൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ നമുക്ക് 700 കിട്ടും. അപ്പോൾ എവിടുന്നാ എടുത്തേ? തൊട്ട് എപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും നിന്നല്ലേ മേടിക്കാൻ പറ്റൂ. പ്ലസ് അറയിന്നാ വാങ്ങിച്ചേ? 174ൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം 697ൻ്റെ കൂടെ 3 കൂടെ വെച്ചപ്പോൾ 700 കേട്ടോ. 700 പ്ലസ് 174ൻ്റെ കയ്യിൽ നിന്ന് 3 പോയപ്പം 171. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങൾക്ക്? അപ്പോൾ എത്ര ഇവിടെ വരുന്നത്? 871. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇവിടെ ഇവിടെ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് 97 വന്നതുകൊണ്ട് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അടയിൽ നിന്ന് 3 കൂടെ മേടിച്ചപ്പോൾ ഇത് 700 മാറി. മനസ്സിലായോ? കടം എടുത്ത ആൾ കൊടുത്ത ആൾ മൈനസും വാങ്ങിച്ച ആൾ പ്ലസ്സുമാണ്. മനസ്സിലായോ? അങ്ങനെ ആകില്ല. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് ഇച്ചിരി വലിയൊരു നമ്പറാണ്. 1 4 8 9 പ്ലസ് 2 3 6 3 ഇങ്ങനൊരു നമ്പർ കണ്ടോ. 1 4 8 9 പ്ലസ് 2 3 6 3 1489 പ്ലസ് 2363. എങ്ങനെ പെട്ട് അല്ലേ? ഇതെന്തുവോ ഇത്? മറ്റേത് 9 പിന്നെ അത് 99 അല്ലേ? പിന്നെ അങ്ങനെ നമ്മൾ ഓരോ കണക്ക് ചെയ്യുമ്പോഴും സംഖ്യകൾ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇവിടെ ലാസ്റ്റ് നമ്പർ നോക്കൂ കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിയേ 3, ഇവിടെ 9, ഇവിടെ 63, 89. എനിക്ക് തോന്നുന്നു അല്ലേ ഈ 89നെ നമുക്ക് അല്ലെങ്കിൽ 489നെ നമുക്കൊന്ന് മാറ്റിയാലോ? എങ്ങനെയുണ്ട്? അതോ 363നെ നമുക്ക് മാറ്റണോ? ഫസ്റ്റ് ഡിജിറ്റ് വലിയ സംഖ്യകൾ വന്നു കഴിഞ്ഞാലേ നിങ്ങൾ ഈ അവസാനത്തെ സംഖ്യകൾ വെച്ച് എടുക്കുന്നതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എടുക്കാം കേട്ടോ. വേണമെങ്കിൽ 89ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 90 വരും. അപ്പം 490 അല്ലേ? അപ്പോൾ അതൊരു എന്താ ഫാൻസി നമ്പറായിട്ട് നമുക്ക് കിട്ടുന്നില്ല അല്ലേ? അതേപോലെ നമുക്ക് എന്താ 1500 ആക്കാം കുഞ്ഞുങ്ങളെ കേട്ടോ, കുറച്ചുകൂടി എളുപ്പത്തിന്. ഇത് എൻ്റെ സൗകര്യം മാത്രമല്ല കേട്ടോ, നിങ്ങളും കൂടി, കാരണം നിങ്ങൾക്ക് കൂടെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കുഞ്ഞുങ്ങളെ ഞാൻ എപ്പോഴും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 300 ഇവിടെയൊക്കെ 63ൻ്റെ കൂടെ ഒരു 7 കൂടെ കൂട്ടി 70 വരും. 2370 വരും. അതൊരു ഫാൻസി നമ്പറായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? 2370 ഇല്ല. ഒന്നുകിൽ 2300 ആയിരുന്നെങ്കിൽ ചെയ്യാൻ എളുപ്പ വഴിയാണ് കേട്ടോ. മനക്കണക്കായിട്ട് എഴുതാനുള്ളതാണ്. അതായത് നമ്മുടെ കൈ കൊണ്ടോ പേന കൊണ്ടോ ചെയ്യാതെ നമ്മുടെ മനസ്സിൽ തന്നെ കൂട്ടണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ 489 ഇവിടെ വന്നത്. ആ 89ൻ്റെ കൂടെ ഒരു 11 കൂടി കൂട്ടുമ്പോഴേ നമുക്ക് 500 വരും കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? 1489ൻ്റെ കൂടെ ഒരു 11 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ 1500 വരും. ഈ 11 എവിടെ നിന്ന് വന്നെന്നല്ലേ? അതായത് 89ൻ്റെ കൂടെ 11 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര അടുത്ത സംഖ്യയിലോട്ട് കയറും അല്ലേ? 89ൻ്റെ കൂടെ ഓർത്തോണേ, 89ൻ്റെ കൂടെ 10 കൂടാണെങ്കിൽ 99, 89ൻ്റെ കൂടെ 11 കൂടായപ്പം അല്ലേ 100 അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്ലസ് അപ്പോൾ ഇയാൾ വാങ്ങിച്ചത് ഇപ്പുറത്ത് കിടക്കുന്ന ആടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. 63 മൈനസ് 11 വന്നാൽ എങ്ങനെയാണെന്ന് സംശയം ഉണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് നമുക്കൊരു ഫാൻസി നമ്പറിലോട്ട് ആക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത് അല്ലേ, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പം 489 എന്നുള്ളതിനെ നമ്മളൊരു 11 കൂടി കൂട്ടിയാൽ നമുക്ക് എന്താവും? 1500 ആവും. അതിന് വേണ്ടിയാട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ഈ 89നെ എന്താ ഒന്നുകൂടി ഇട്ട് 1490 ഇട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്ക് എന്താ ഒരു ഇത് 1500 പ്ലസ് ഇതിൽ നിന്ന് കുറയ്ക്കണം. ഏതാ? 2363 11 കുറയ്ക്കണം. എത്രയാ? 2363 മൈനസ് 11. കാരണം ചെയ്യാൻ എളുപ്പവഴിയാണ്. 3 1 പോയ 2, 6 1 പോയ 5, 3 താത്രക്കി 2 താത്രക്കി എത്ര? 2352. അപ്പം 2352ൻ്റെ കൂടെ 1500 കൂടെ എന്ന് വെച്ചാൽ വലിയ സംഖ്യകളെ വരുന്നില്ല, എല്ലാം ചെറിയ സംഖ്യകളെ. 2 5 5 3 8 2 1 3 എത്ര വന്നു? 3852. 3852. അഥവാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തിനാ ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ശരിയാ. കൂട്ടാനല്ലേ, ഇതിൻ്റെ കൂടെ ഇതുകൂടെ കൂട്ടുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എൻ്റേതായ രീതിയിൽ നമ്മുടെ ടെസ്റ്റിൽ ഓരോ മോഡലും പറയുന്നുണ്ട്, ആ രീതി വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നല്ലപോലെ ആലോചിക്കണം കേട്ടോ. ആലോചിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പ വഴിയിലാണ് പറഞ്ഞത്. അപ്പോൾ ചോദിക്കും ഇതിൻ്റെയൊക്കെ എളുപ്പ വഴി ഉണ്ടോ? ഇല്ലേ?
ഇല്ലയോ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. എല്ലാം ഓരോ മെത്തേഡാണ്. പിന്നെ 489 കൂടെ 11 കൂടെ കൂട്ടുമ്പോഴാണ് 1500 വരുന്നത് കേട്ടോ. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് 363 കൂടെ എത്ര കൂട്ടിയാൽ എന്താ അടുത്ത 3000 വരുമെന്ന് നോക്കിയാലും മതി കേട്ടോ. 363 കൂടെ എത്ര കൂട്ടിയാൽ 3000 വരും. അത് ഇച്ചിരി വലിയ സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തെ എടുത്തത് കേട്ടോ. 489, ഈ 89 കൂടെ 11 കൂടെ കൂട്ടിയപ്പം 500 അതുകൊണ്ടാണ് 1500 എടുത്തത്. അപ്പം നിങ്ങൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. നമ്മൾ എക്സർസൈസ് 1 ചെയ്തത്, അതിൻ്റെ മൊത്തം കണക്കും ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലായെങ്കിൽ എന്നോട് പറയണം. നമുക്ക് പാർട്ട് 2 ഇടാം കേട്ടോ. മനസ്സിലായെങ്കിൽ കമൻറ്റ് പറയണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്